നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്കെയിലിംഗ് ഇൻ ഇലക്ട്രിസിറ്റി ആണ്. നമ്മൾ മെംസ് ആക്ച്വേറ്റേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ച്വേഷൻ പ്രിൻസിപ്പിൾസ് അവൈലബിൾ ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്, ഇലക്ട്രോമാഗ്നറ്റിക്, എനിവേ നമ്മൾ പവർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ, എലമെൻറ്റ്സിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ പവർ ലോസ് എത്ര ടൈംസ് വരുന്നു എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ഇലക്ട്രിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R=ρL / A. ലീനിയർ സ്കെയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് L⁻⁴ ഡിവൈഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് L⁻². അപ്പോൾ റെസിസ്റ്റൻസ് ഇങ്ങനെ കിട്ടും L⁻⁻1. അതിൻ്റെ മീനിങ് ഇതാണ്, എലമെൻസിൻ്റെ സൈസ്, അതായത് ഇവിടെ ലെങ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് 10 ടൈംസ് റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് L⁻⁻1 ആണ്. ഇപ്പോൾ ലെങ്ത് 10 ടൈംസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് 10⁻⁻1 ടൈംസ് ഇൻക്രീസ് ചെയ്യും, ബിക്കോസ് L⁻⁻1 എന്നാണ്. ഓക്കെ, ദെൻ റെസിസ്റ്റീവ് പവർ ലോസ്, ദാറ്റ് ഈസ് P=V² ഡിവൈഡ് ബൈ R. ഇവിടെ V എന്ന് പറയുന്ന അപ്ലൈഡ് വോൾട്ടേജ് ആണ്, കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ദെൻ പവർ ലോസ് നമുക്ക് ലീനിയർ സ്കെയിലിൽ ഇങ്ങനെ എഴുതാം, പ്രൊപ്പോർഷണൽ ടു 1 ഡിവൈഡ് ബൈ L⁻⁻1. അവിടെ V എന്ന് പറയുന്ന അപ്ലൈഡ് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പവർ ലോസ് എന്ന് പറയുന്നത് L⁻⁻1. അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് എനർജി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? U=½ εE². എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ആണ്. ദെൻ E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ്, ദാറ്റ് ഈസ് വോൾട്ട് പെർ മീറ്റർ. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് വോൾട്ട് പെർ മീറ്റർ ഇപ്പോൾ ലീനിയർ സ്കെയിലിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ L⁻⁻1, ബിക്കോസ് വോൾട്ട് പെർ മീറ്റർ എന്നല്ലേ. ഇപ്പോൾ ലീനിയർ സ്കെയിലിൽ L⁻⁻1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എനർജി ലീനിയർ സ്കെയിൽ നമുക്കിങ്ങനെ പറയാം, ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു L⁻⁻1² ബിക്കോസ് E² എന്നാണ്, ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് സ്ക്വയർ എന്നാണ്. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് L⁻⁻1 ആണ്. അപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു L⁻⁻2. നെക്സ്റ്റ് റേഷ്യോ പവർ ലോസ് ടു ദ അവൈലബിൾ പവർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ അവൈലബിൾ പവർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് റിക്വയർഡ് ഫോർ ദ ആക്ച്വേഷൻ, ആ ഒരു സിസ്റ്റം വോളിയത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ അവൈലബിൾ പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സിസ്റ്റം വോളിയം. സിസ്റ്റം വോളിയം ലീനിയർ സ്കെയിലിൽ L⁻³ ആണ്. സോ ആ ഒരു റേഷ്യോ പവർ ലോസ് ടു ദ അവൈലബിൾ പവർ, റെസിസ്റ്റീവ് പവർ ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ലീനിയർ സ്കെയിലിൽ L⁻1 ഡിവൈഡ് ബൈ അവൈലബിൾ പവർ L⁻3. സിസ്റ്റം വോളിയത്തിന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ റേഷ്യോ നമുക്ക് ലീനിയർ സ്കെയിലിൽ ഇങ്ങനെ എഴുതാം, L⁻². നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, സിസ്റ്റത്തിൻ്റെ സൈസ് ഇവിടെ ഇപ്പോൾ ലെങ്ത് 10 ടൈംസ് റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റീവ് പവർ ലോസ് ടു ദ അവൈലബിൾ പവർ L⁻² ആണ്. ലെങ്ത് 10 ടൈംസ് ഡിക്രീസ് ചെയ്യുമ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് 10⁻² ടൈംസ് പെർ അവൈലബിൾ പവർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സ്കെയിൽ ഡൗൺ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. നെക്സ്റ്റ് സ്കെയിലിംഗ് ഇൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് നോക്കാം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ എയറിൽ ഡസ്റ്റ്, മൈക്രോ പാർട്ടിക്കിൾസ് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്. അതായത് ഗ്രാവിറ്റി ഉണ്ടായിട്ടും ഡസ്റ്റ് പാർട്ടിക്കിൾസ് അവിടെ ഇങ്ങനെ സ്കാറ്റേർഡ് ഫോമിൽ തന്നെ കാണുന്നത് ഈ ഒരു സ്കെയിലിംഗ് എഫക്റ്റ് കാരണമാണ്. ഡസ്റ്റ് എന്ന് പറയുന്ന മൈക്രോമീറ്റർ സൈസിലാണ്. അവിടെ സർഫസ് ഏരിയ ഈസ് ഡോമിനൻ്റ് ഓവർ ദ വോളിയം. അതേപോലെ കാപ്പിലറി ട്യൂബ്സിൽ, വളരെ മൈന്യൂട്ടായിട്ടുള്ള കാപ്പിലറി ട്യൂബ്സിൽ നമ്മൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് ഫ്ലൂയിഡ് കോളം ഉണ്ടെങ്കിൽ അത് പുറത്ത് പോകാതെ തന്നെ ആ ഒരു കാപ്പിലറി ട്യൂബിൽ വിസ്റ്റാൻഡ് ചെയ്യും. ഇതും സ്കെയിലിംഗ് എഫക്റ്റ് കാരണമാണ്. Their force due to surface tension become more dominant over the weight or volume of the fluid. അവിടെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ലീനിയർ സ്കെയിൽ L⁻⁻1 ആണ്. അറ്റ് ദ സെയിം ടൈം വെയിറ്റ് ഓർ വോളിയം എന്ന് പറയുന്നത് L⁻3 ആണ്. ഓക്കെ, ഇനി ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയുന്ന 2 ടൈപ്സ് വരാം, ലാമിനാർ ഫ്ലോ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ. ലാമിനാർ ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിഗർ ചെക്ക് ചെയ്യുക, ഒരു കാപ്പിലറി ട്യൂബിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണെന്ന് കൺസിഡർ ചെയ്യുക. ആ ഒരു ഫ്ലൂയിഡിനെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെയേഴ്സ്, ഈ അഡ്ജസൻറ്റ് ലെയേഴ്സ് പാരലായിട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ലാമിനാർ ഫ്ലോ. അപ്പോൾ അങ്ങനെ പാരലായിട്ട് അഡ്ജസൻറ്റ് ലെയേഴ്സ് ഫ്ലോ ചെയ്യുന്നതിനെയാണ് ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്.
അപ്പോൾ ഇങ്ങനെ പാരലായിട്ട് ഫ്ലോ ചെയ്യുന്നത് കാരണം അഡ്ജസൻറ്റ് ലെയേഴ്സ് തമ്മിൽ ഇൻട്രാക്ഷൻ വരുന്നില്ല. ഓക്കെ, അതൊരു മൈന്യൂട്ട് ക്യാപ്പിലറി ട്യൂബ്സിലായിരിക്കും ഇതേപോലെ ലാമിനാർ ഫ്ലോ ഉണ്ടാവുക. അറ്റ് ദ സെയിം ടൈം ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന ടർബുലൻറ്റ് ഫ്ലോയിന് എക്സാമ്പിളാണ്. അവിടെ ഒരു പ്രീ ഡിഫൈൻഡ് പാത്ത് ഇല്ല. ആ ഒരു ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ പാർട്ടിക്കിൾസ് ഡിഫറെൻറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സ്കാറ്ററിംഗ് ഉണ്ടാവും, എനർജി ലോസും ഉണ്ടാവും ഡ്യൂ ടു ദിസ് കൊളിഷൻ. ഇപ്പോൾ പ്രീ ഡിഫൈൻഡ് പാത്തില്ല, റാൻഡം മാനറിലായിരിക്കും അവിടെ ഫ്ലോ ചെയ്യുന്നത്. ലാമിനാർ ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ അവിടെ സ്കാറ്ററിംഗ് കുറവായിരിക്കും, അഡ്ജസൻറ്റ് ലെയേഴ്സ് ഫ്ലോ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആയിട്ടായിരിക്കും. ഓക്കെ, സോ സർക്കുലാർ ട്യൂബ്സിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ നോക്കുന്നത് ബേസ്ഡ് ഓൺ റെയ്നോൾഡ് നമ്പർ. റെയ്നോൾഡ് നമ്പർ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം: വി ഡി ഡിവൈഡ് ബൈ മ്യൂ. അതിൽ വി എന്ന് പറയുന്ന ആവറേജ് വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ മീൻ വെലോസിറ്റി ഓഫ് ദീസ് ഫ്ലൂയിഡ് ലെയേഴ്സ്. ദെൻ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദിസ് കാപ്പിലറി ട്യൂബ്. ദെൻ മ്യൂ എന്ന് പറയുന്നത് വിസ്കോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. ദെൻ ഡയമീറ്റർ റെഡ്യൂസ് ചെയ്യുമ്പോൾ മൈന്യൂട്ട് കാപ്പിലറി ട്യൂബ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് മൈക്രോമീറ്റർ റേഞ്ചിലായിരിക്കും. റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലാമിനാർ ഫ്ലോ. ദെൻ റെയ്നോൾഡ് നമ്പർ വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 2000 or 4000 എബോവ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ടർബുലൻറ്റ് ഫ്ലോ. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇവിടെ സ്കെയിൽ ഡൗൺ ചെയ്യുമ്പോൾ കാപ്പിലറി ട്യൂബ്സ് ഒക്കെ സ്കെയിൽ ഡൗൺ ചെയ്യുമ്പോൾ മൈക്രോമീറ്റർ റേഞ്ചിലായിരിക്കുമ്പോൾ അവിടെ ഫ്ലോ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ലാമിനാർ ആയിരിക്കും, ലാമിനാർ ഫ്ലോ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ഫിഗർ ചെക്ക് ചെയ്യുക. കൺസിഡർ എ വോളിയം ഓഫ് ഫ്ലൂയിഡ് ബിറ്റ്വീൻ ടു ഇമാജിനറി പാരലൽ പ്ലേറ്റ്സ്. ഇവിടെ വോളിയം ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഏരിയ ടൈംസ് ഹൈറ്റ് ആണ്. ഒറിജിനലി റെക്ടാങ്കുലർ ഷേപ്പായിട്ട് കൺസിഡർ ചെയ്യുക, ദാറ്റ് ഈസ് ബിറ്റ്വീൻ ടു ഇമാജിനറി പാരലൽ പ്ലേറ്റ്സ്. ദെൻ അവിടെ ടോപ്പ് പ്ലേറ്റ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡ്, അതായത് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്തൊന്ന് കൺസിഡർ ചെയ്യുക. ബോട്ടം ഇമാജിനറി പ്ലേറ്റ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വോളിയം ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒറിജിനലി റെക്ടാങ്കുലർ ഷേപ്ഡ് ആയിരുന്നു, അത് പാരലോഗ്രാം ആയിട്ട് ചേഞ്ച് ചെയ്യും. ദർ വിൽ ബി ഷിയർ സ്ട്രെസ്. സോ നമുക്കവിടെ വെലോസിറ്റി പ്രൊഫൈൽ കാണാനാവും. അപ്പോൾ ഇവിടെയാണ് മാക്സിമം വെലോസിറ്റി. ടോപ്പ് പ്ലേറ്റ് ആണ് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്തത്. സോ ഈ ഒരു പോയിന്റിലായിരിക്കും മാക്സിമം വെലോസിറ്റി. ദെൻ ഇറ്റ് ഈസ് ഡിക്രീസിങ്. ബോട്ടം സൈഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ അവിടെ ഡിക്രീസിങ് ഓർഡറിലാണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഒരു വെലോസിറ്റി പ്രൊഫൈലിൽ നിന്ന് ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ മീൻ വെലോസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അതാണ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ദെൻ വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം: മ്യൂ ഈസ് ഈക്വൽ ടു ടൗ ഡിവൈഡ് ബൈ ആർ എസ്. ആ ടൗ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആണ്. ദറ്റ് ഈസ് ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ ഏരിയ എന്നാണ്. ഇവിടെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് പെർ ഏരിയ. ദെൻ ആർ എസ് എന്ന് പറയുന്നത് ഷിയർ റേറ്റ് ആണ്. ഷിയർ റേറ്റ് എന്ന് പറയുന്നത് മാക്സിമം വെലോസിറ്റി ഡിവൈഡ് ബൈ ഹൈറ്റ്. ഓക്കെ, ദെൻ റേറ്റ് ഓഫ് വോളുമെട്രിക് ഫ്ലോ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം: ക്യൂ ഈസ് ഈക്വൽ ടു ക്രോസ് സെക്ഷണൽ ഏരിയ ഫ്ലോ മൾട്ടിപ്ലൈഡ് വിത്ത് ദ ആവറേജ് വെലോസിറ്റി. അവിടെ ഒരു മൈക്രോമീറ്റർ റേഞ്ചിലുള്ള വളരെ തിന്നായിട്ടുള്ള ഒരു കാപ്പിലറി ട്യൂബ് കൺസിഡർ ചെയ്യുക. അവിടെ റേഡിയസ് എന്ന് പറയുന്ന സ്മോൾ എ ആയിട്ട് എടുക്കുക, ആൻഡ് ലെങ്ത് ബി ക്യാപിറ്റൽ എൽ. ഫ്ലൂയിഡ് ഫ്ലോ അവിടെ കൺസിഡർ ചെയ്യുക. ഇത് ഇൻലെറ്റ് ആണ്, ഇത് ഔട്ട്ലെറ്റ് ആണ്. ഡയമീറ്റർ മൈക്രോമീറ്റർ റേഞ്ചിലായതുകൊണ്ട് തന്നെ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. റെയ്നോൾഡ്സ് നമ്പർ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയുന്നത് ലാമിനാർ ആയിരിക്കും, ലാമിനാർ ഫ്ലോ ആയിരിക്കും. നമുക്കിവിടെ പ്രഷർ ഡ്രോപ്പ് ഓവർ ദ ലെങ്ത്, ഡെൽറ്റ പി ഓവർ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹൈഗൻ പോയ്സൽസ് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ അറിയണം. ഹൈഗൻ പോയ്സൽസ് ഇക്വേഷൻ അനുസരിച്ച് ക്യൂ ഈസ് ഈക്വൽ ടു പൈ എ റൈസ് ടു 4 ഡെൽറ്റ പി ഡിവൈഡ് ബൈ 8 മ്യൂ എൽ. അവിടെ ക്യൂ എന്ന് പറയുന്നത് വോളുമെട്രിക് ഫ്ലൂയിഡ് ഫ്ലോ ആണ്. സോ അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ ക്യൂ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ റൈസ് ടു 4. എ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ കാപ്പിലറി ട്യൂബ്. ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വോളുമെട്രിക് ഫ്ലൂയിഡ് ഫ്ലോ ഈസ് ഏരിയ ടൈംസ് ദ ആവറേജ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ എ. ഈ ഒരു കാപ്പിലറി ട്യൂബ് കൺസിഡർ ചെയ്യുമ്പോൾ ആവറേജ് വെലോസിറ്റി ഈസ് ക്യൂ ഡിവൈഡ് ബൈ പൈ എ സ്ക്വയർ. ഹൈഗൻ പോയ്സൽസ് ഇക്വേഷൻ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം: ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 8 മ്യൂ, ദെൻ വി ആവറേജ്
L divided by A square. Because average velocity എന്ന് പറഞ്ഞാൽ Q divided by pi A square ആണ്. സോ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, the pressure drop over length delta P divided by L is proportional to 1 by A square, or it is proportional to A raised to minus 2. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്കെയിലിംഗ് ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ നോക്കാം. ഓക്കെ.